ഹലോ ഗൈസ്, ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണ് കാമുകൻ്റെ കൂടെ ഒറ്റപ്പൊക്കണ്ട് പോയി ഡിങ്കോൾഫി പരിപാടികൾ. എന്നിട്ട് ആ പെണ്ണിന് എന്താണ് സംഭവിച്ചത് എന്നാണ് ഗൈസ്. ഇതേ അതായത് സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാര്യയും ഭർത്താവും ഇവിടെ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അതാണ് സംഭവം, രസം. പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവർ തമ്മിലുള്ള ഡിങ്കോൾഫിക്കേഷൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഭാര്യയ്ക്ക്. ഓക്കെ, അപ്പോൾ ഭാര്യയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനിടയിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചങ്ങായിയായിട്ട്, ആ ചങ്ങായി ഒരു വുമണൈസറായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ ഓൾക്കത് മനസ്സിലായില്ല. അതായത് ഓൾക്ക് ഭയങ്കര കെയറും സ്നേഹമൊക്കെ ചേട്ടായിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, വുമണൈസറായ കാമുകൻ്റെ ഭാഗത്തു നിന്ന്. അങ്ങനെ അവർ ഡിങ്കോൾഫിയായി. കെട്ടിയവൻ അറിയാണ്ട് ഇവർ ഒരുമിച്ച് കാണലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ചെറിയ ട്രിപ്പ് പോക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതിനിടയിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഭർത്താവ് അറിയില്ലായിരുന്നു. പിന്നെ പ്രത്യേക ടൈമിൽ വിചാരിക്കുകയാണ്, എന്തായാലും നമുക്ക് ചാടിപ്പോവും, വേറെ സ്ഥലത്ത് പോയിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഹസ്ബൻഡിൻ്റെ കുറേ കാശും സംഗതികളൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഇവർ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കേസ് ഇതിൻ്റെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. എന്നിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവിടെ പോയപ്പോഴാണ് അതിൻ്റെ സംഗതി മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം, നിയമപരമായിട്ട് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ചുമ്മാ അവിടെ പോയിട്ട് കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോഴേ ഇത് അതിൻ്റേതായ കാര്യങ്ങളുണ്ടല്ലോ. അത് എന്തായാലും അവിടെ പോയി ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് 2 ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. പക്ഷെ അതിന് ശേഷം എന്തായിരുന്നു വെച്ചാൽ, നമ്മൾ ഈ പ്രേമിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണുമ്പോഴുള്ള സ്നേഹം പോലെ ഒരു ആവേശം പോലെ പ്രാന്ത് പോലെ ആവില്ലല്ലോ ഒരുമിച്ചിട്ട് കുറേ നേരം ഉണ്ടാകുമ്പോഴുള്ള ഒരു സംഗതി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് ശേഷം അപ്പോൾ ഭർത്താവിന് സംഭവം മനസ്സിലായത്. ഭർത്താവ് സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവളങ്ങനെ ഇട്ട് പോയ ആളല്ലേ, പിന്നെ ഇനി അവളെ വേണ്ട എന്നുള്ള ലെവലിൽ ഭർത്താവിൻ്റെ കാര്യം നോക്കി കുറേ സ്വർണം സ്വത്തും സാധനങ്ങളൊക്കെ ഇട്ട് അടിച്ചു മാറ്റിയിട്ടാണ് അവൾ പോയത്. വാരിക്കൊണ്ടിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു അതെന്താവട്ടെ, ഞാൻ അവളുടെ വഴിക്ക് പോയിക്കോട്ടെ എന്നുള്ള സംഭവം. ഞാൻ ആലോചിക്കണേ, അങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ സ്വർണം ഇതൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്വർണം കുറച്ച് ഭാര്യയുടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അതല്ലാണ്ട് ഇയാൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൾ എന്തായാലും ഈ ചങ്ങായി ചിലപ്പോൾ തേക്കൊന്ന് നേരത്തെ കൂട്ടി കണ്ടുകൊണ്ടായിരിക്കുന്നു കേട്ടോ ഭർത്താവ് അങ്ങനെ ചെയ്ത്. എന്തായാലും സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പിന്നെ ഈ കാമുകനും ഈ ചങ്ങായി ഈ പെണ്ണും കൂടി ഒരുമിച്ച് ജീവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, അപ്പോഴാണ് ഇവർ തമ്മിലുള്ള ശരിക്കുള്ള കളികൾ മനസ്സിലാവുന്നത്. അതായത് ഈ ചങ്ങായിക്ക് സംശയമായി, സ്വന്തം ഭർത്താവിനെ, അതായത് ലവ് മാരേജ് ആയിട്ടുള്ള ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ വേറൊരുത്തരെ കാണുമ്പോൾ ഇവള് പോയില്ലെങ്കിൽ എന്താണ്, ഇവള് പോവില്ല എന്ന് ഉറപ്പുന്ന് ഒന്ന്. പിന്നെ ഈ പെണ്ണിന് ഡൗട്ട് അടിച്ചു തുടങ്ങി. അതായത് ഇവൻ എന്നോട് ഇത് ഇങ്ങനെയാണല്ലോ, അതുപോലെ ഇവന് കുറേ കോൾസ് വരുന്നുണ്ടല്ലോ പെണ്ണുങ്ങളുടെ നിന്നൊക്കെ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവൻ അവരോടും ഈ ചങ്ങായി ഇങ്ങനെയാണോ സംശയമായി. ഈ 2 പേർക്ക് സംശയമായി. ഈ സംശയത്തിലൂടെയാണ് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സംഭവത്തിൽ വരുന്ന കേസ്. സംശയം ഉണ്ടല്ലോ, സംശയം അങ്ങനെ കൂടുതൽ അങ്ങനെയായി വഴക്കായി പിന്നെ അത് ആദ്യം പരസ്പരം ഇവർ അറിയാണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. എങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി. രാത്രി സമയത്ത് ഒരാൾ കടന്നുറങ്ങുമ്പോൾ മറ്റേ ആൾ ഫോൺ ചെക്ക് ചെയ്യുക പരിപാടികളായി, സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക. അങ്ങനെ എന്തായാലും ഇവർ തമ്മിൽ വലിയ വിഷയങ്ങളായി. ഏറ്റവും അവസാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് 2 വഴിക്ക് പിരിയാണ് കേസ്. പിരിയാന്ന് മാത്രമല്ല, ഇവർ എത്തിച്ചേരണത് വളരെ മോശം കൂട്ടുകെട്ടിലും സംഗതികളിലൊക്കെയാണ്. അതായത് നമുക്കറിയാലോ, പ്രത്യേകിച്ച് വൈകാരികമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇവർക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് കഞ്ചാവ്, മയക്കുമരുന്ന്, അതേപോലെ തന്നെ മദ്യപാനം, സെക്ഷൽ പ്ലഷറിന് വേണ്ടിയുള്ള പരിപാടികൾ, ഇതിലേക്കൊക്കെ പോകില്ലേ, ബാഡ് റിലേഷൻഷിപ്പുകളിലേക്കൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോകുന്ന ആളുകൾ ഈ ഒരു കോലത്തിലേക്കൊക്കെ പോകും. അപ്പോൾ അങ്ങനെ എന്തൊക്കെ കാട്ടിക്കൊട്ടിക്കാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അതായത് ഒരു ലൈഫിൽ പ്രത്യേകിച്ചൊരു പ്രിൻസിപ്പിളും സംഗതികളൊന്നുമില്ല, ഇങ്ങനെ പോയോണ്ടിരിക്കണം. ലൈഫ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ചുറ്റുപാടുകളിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണത് കേസ്. നമ്മൾ ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് ചേർക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളായിട്ട് നമ്മൾ കമ്പനി ആവുന്ന സമയത്ത്, ആ കുറച്ച് സമയത്ത് നമ്മളായിട്ട് കോമ്പാറ്റബിൾ ആണോ അല്ലെങ്കിൽ നമ്മളായിട്ട് സെറ്റാണോ എന്നോ മാത്രം നോക്കിയിട്ട് കാര്യമില്ല തോന്നുന്നു കേസ്. പക്ഷേ നമുക്ക് ഒരാളുടെ ഉള്ളിങ്ങനെ ചകഞ്ഞ് നോക്കാൻ പറ്റൂല. എന്താണ് ഇയാളുടെ മനസ്സിലിരിപ്പെന്ന് അറിയില്ല. പിന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പലരും സ്നേഹത്തിന് കുറവുകളൊക്കെ സംഭവിക്കലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു, പ്രണയം അല്ലെങ്കിൽ സ്നേഹബന്ധം
അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഫാമിലി എന്നൊക്കെ പറഞ്ഞ് കപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാം, ഒരു സുഹൃത്തിനോട് സംസാരിക്കണ പോലെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് തോന്നുന്നു കേസ്. പിന്നെ ഈ നിയമത്തിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ പറയില്ല, നിയമപരമായിട്ട് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരാൾ അത് ഡിവോഴ്സ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിലാണ് പോകുന്നതെങ്കിൽ ഓക്കെ, വലിയ വിഷയമില്ലായിരുന്നു. ഇതൊന്നുമല്ല സംഭവം ചെയ്യണത്. അത് കുറേയൊക്കെ എന്താ വെച്ചാൽ നമ്മൾ റങ്ക് കയറുക എന്ന് പറയും, ഈ ഒരു സാധനം നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മാംസത്തിൻ്റെ പ്ലഷറിന് വേണ്ടിയിട്ട് പല ആളുകൾ എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്ലഷറിന് വേണ്ടി, സെക്ഷുവൽ പ്ലഷറിന് വേണ്ടി പല ആളുകൾ എന്താ വെച്ചാൽ നമ്മളിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളിഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിലേക്ക് ആളുടെ ഇടയിലേക്ക് വേറൊരാളിട്ട് കയറ്റും. അങ്ങനെ കയറ്റുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും അത് ഇങ്ങനെയുള്ള വേറെ കുറേ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടും. അവസാനം കിളി പാറും, ലൈഫ് കയ്യിന്ന് പോവും. അപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ ആരും ഒരു ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല, ആരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവസാനം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല ഒക്കെ. അത് പറഞ്ഞപ്പോഴത്തേനിടയ്ക്ക് തൃശ്ശൂരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാമുകനും കാമുകിയും, 24-21 വയസ്സ് എന്തോ ഉള്ളൂ കേട്ടോ. രണ്ടെണ്ണം കൂടിയും ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് വഴക്കിടായിട്ട് വല്ല കഞ്ചാവ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും. അപ്പോൾ വഴക്കുണ്ടായിട്ട് ആ ചങ്ങായി വെട്ടിയിട്ടേ കയ്യും കാലൊക്കെ വെട്ടി നുറുക്കിയിട്ട് ഇങ്ങനെ അറ്റ വീഴുന്ന രീതിയിലായി കേച്ചെറുക്കാൻ. ഈ അവസ്ഥ, നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, കൊല്ലാൻ വേണ്ടിയിട്ട്, അവളെ കൊല്ലാൻ വേണ്ടിയിട്ട്, അത്രയും വേദന സഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത നിങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഒരാൾ നമ്മളോട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആളോട് ഭയങ്കര റൊമാൻറ്റിക്കായ വൈബ് ഉണ്ടെന്നോ, നമുക്ക് ഭയങ്കര ലസ്റ്റ് തോന്നുന്നുണ്ടെന്നോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ക്രഷ് തോന്നുന്നുണ്ടെങ്കിലൊക്കെ ഒരു കാര്യം ആലോചിക്കാം. ബി സേഫ്. ഇങ്ങനെ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. നമുക്ക് നന്നായിട്ട് അറിയാത്ത ആളുകളായിട്ട് നമ്മൾ കമ്പനി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പോകുന്ന സമയത്ത് അയാൾ ചിലപ്പോൾ ഒരു സെക്സ് പെർവേർട്ടായിരിക്കാം. ഇങ്ങനെയുള്ള കുറേ കഥകൾ, അനുഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട് കേസ്, അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ഒരുത്തി 2 കുട്ടികളിൽ ഒരുത്തി ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തിൻ്റെ കൂടെ ചാടി പോകുന്ന സമയത്ത് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ആ ചെങ്ങായി വല്ലാത്ത പെണ്ണുകൂടിയനായിരുന്നു. അതാ ഒരുമിച്ച് ജീവിച്ചപ്പോഴാണ് മനസ്സിലായത്. ആ ചെങ്ങയാണെങ്കിൽ ആ വയറ്റിക്ക് ചവിട്ടും അതും ഇതും പരിപാടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് ആകെ ഒരു സൈക്കോ ചെങ്ങായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എല്ലാവരോടും ആയിട്ട് പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത്, പ്രത്യേകിച്ച് ഒരു സെക്ഷനോട് പറയാമെന്നല്ല. ബി സേഫ്. നമ്മൾ റിലേഷൻഷിപ്പിൽ ഒരാളെ ഒറ്റയ്ക്ക് നടക്കണമെങ്കിൽ അടിപൊളിയാണ് തോന്നുന്നത് കേസ്. നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ ഒരാൾ വരുന്ന സമയത്ത്, അതായത് നമ്മളായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾ വരുമ്പോൾ, ശാരീരികമായിട്ട് ബന്ധമായിക്കോട്ടെ, മാനസികമായിട്ട് ബന്ധമായിക്കോട്ടെ, വൈകാരികമായിട്ട് ബന്ധമായിട്ട് ആര് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ കുറേ പണികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേസ്.